ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ 100 കോടി ക്ലബിൽ 48 മണിക്കൂറിന് താഴെ ഉള്ള ആ ഒരു സമയം കൊണ്ട് 100 കോടി അടിച്ചു. ഇത് ലാലേട്ടൻ തന്നെ പുറത്തുവിട്ട ആ ഒരു വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ വന്നതാണ്. ഇന്ന് അതൊരു വിവാദമായി ആളിപ്പടരുകയാണ്. വേറെ ഒന്നുമല്ല, പലരും ചോദിക്കുന്നു ഇത് തള്ളാണോ, എമ്പുരാൻ്റെ കളക്ഷൻ തള്ളാണോ എന്നുള്ള ചോദ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇതിനിടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ വീഡിയോ മുഴുവൻ കേൾക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻസിലൂടെ പറയണമെന്നും അന്ന് ആവശ്യപ്പെടുന്നു. ഇനി മറ്റൊരു പ്രമുഖ വ്യക്തി, അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആരും അറിയാത്ത വാർത്തകൾ ആദ്യം പുറത്തുവിടുന്ന മറുനാടനെക്കുറിച്ച് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് നമുക്ക് വായിക്കാം. 730 തിയേറ്ററുകളിൽ ഒരു ദിവസം ഒരു സിനിമ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായി പ്രദർശിപ്പിച്ചാൽ പരമാവധി നേടുക 18 കോടി. നികുതിയും തീയതി വിഹിതവും കഴിഞ്ഞാൽ നിർമ്മാതാവിന് കിട്ടുക 7 കോടി. 2 ദിവസം കൊണ്ട് എമ്പുരാൻ 100 കോടി കടന്ന് റെക്കോർഡ് ഇട്ടെന്ന മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും അവകാശവാദങ്ങളിൽ കണ്ണ് തള്ളി നിർമ്മാതാക്കൾ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. പലപ്പോഴും പല ആളുകളും ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ ചാനലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മമ്മൂക്കയെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും മമ്മൂക്കയുടെയാണ്. അതിന് ജസ്റ്റ് താഴെ ലാലേട്ടനെയാണ് ഇഷ്ടം എന്ന് പറയുന്നു. എന്തുകൊണ്ട് മോഹൻലാൽ വീഡിയോസ് അധികം ചെയ്യാത്തതെന്ന് വെച്ചാൽ മോഹൻലാലിന് സമീപകാലത്ത് നല്ല സിനിമകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്തിൽ ചെയ്യാതിരുന്നു. ഇനിയും എമ്പുരാൻ്റെ ഈ ഒരു കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ സാജൻ ചേട്ടൻ്റെ ആ പോസ്റ്റിനുള്ള മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞ പോലെ 730 തിയേറ്ററുകളിൽ 18 കോടി കിട്ടും, എല്ലാം ഹൗസ്ഫുള്ളായ. ഇവിടെ ആരും പറഞ്ഞില്ല 18 കോടി കിട്ടിയതായിട്ടെന്നുള്ളത്. ഇവിടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ദിനത്തെ കളക്ഷൻ പറഞ്ഞത് 15 കോടി മാത്രമാണ്. ഇവിടെ ഒരുപാട് ട്രാക്കേഴ്സ് ഉണ്ട്. അങ്ങേക്കാളും പ്രമുഖരായിട്ടുള്ള ട്രാക്കേഴ്സ് വിളനില ഭൂമിയാണ് ഇത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഇവിടെ 3501 ഷോകളിൽ നിന്ന് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് 1003 ഹൗസ്ഫുൾ ഷോകളിൽ നിന്ന് 13 കോടി 12 കോടി 83 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. അതായത് ശരാശരി എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്ന ട്രാക്കർ പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ട്രാക്കിംഗ് കളക്ഷനേക്കാളും ഏറെക്കുറെ വരുന്ന കണക്കുകൾ പ്രകാരം 15 കോടി തന്നെയാണ്. മറ്റുള്ള ട്രാക്കേഴ്സും ഇതേ എമൗണ്ടാണ്. അപ്പോൾ സാജൻ ചേട്ടൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം വേറെ ഒന്നുമല്ല. ഹൗസ്ഫുൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഷോകളും ഹൗസ്ഫുൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കണക്കുകൾ അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ മാത്രമാണ്. നമ്മൾ ആരും അല്ലെങ്കിൽ ഒരു മോഹൻലാൽ ആരാധകരോ അല്ലെങ്കിൽ ചാനലുകാരോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 15 കോടിയേ കിട്ടിയുള്ളൂ. ഇനി നിർമ്മാതാവിന് കിട്ടുന്ന കണക്ക് അവിടെ നിൽക്കട്ടെ, 7 കോടിയോ 3 കോടിയോ അത് അവർ നോക്കട്ടെ. 2 ദിവസം കൊണ്ട് സിനിമ 100 കോടി അടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്തിൽ പറഞ്ഞിട്ടില്ല ആദ്യ 2 ദിവസത്തെ കളക്ഷൻ കൊണ്ടാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ പ്രീ റിലീസ് അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷൻ എല്ലാം പറഞ്ഞിരുന്നു 52 കോടിയോളം ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് നേടിയെന്നുള്ളൂ. മൊത്തം ആദ്യ ദിനം തന്നെ 85 കോടിയോളം അടുത്ത വീക്കെൻഡ് വരെ ലഭിച്ചു എന്നുള്ളതാണ്. ഈ കണക്കുകൾ മോഹൻലാൽ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 2 ദിവസം കൊണ്ടുള്ള കണക്ക് അല്ലെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് കിട്ടിയ കണക്കാണെന്നല്ല അദ്ദേഹം പറയുന്നത്. മൊത്തം 2 ദിവസം കൊണ്ട് അവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോസ് ആണ് അവർ 100 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബുക്ക് മൈ ഷോ ഒക്കെ എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രമുഖ ചാനലുകാരും അല്ലെങ്കിൽ വിരോധികളും ഒക്കെ അല്ലെങ്കിൽ നമ്മളെ വലിയ സപ്പോർട്ടൊന്നും മോഹൻലാൽ ഫാൻസൊന്നുമില്ല, അവരെയും കൂടെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നു. ഒന്ന് ബുക്ക് മൈ ഷോ ഒക്കെ എടുത്ത് നോക്കുക എങ്ങനെയാണ് ടിക്കറ്റ് ബുക്കിംഗ് എന്നുള്ളത്. അതായത് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച മാത്രമാണ് ഈ 4 ദിവസങ്ങളിലും ടിക്കറ്റുകൾ കിട്ടാനില്ല. നിങ്ങൾ ആർക്കെങ്കിലും ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ പറഞ്ഞോളൂ. നമ്മളിപ്പോൾ കൊച്ചിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് റോസ് ചിലപ്പോൾ കിട്ടിയിരിക്കും, അല്ലാതെ കിട്ടില്ല. ചൊവ്വാഴ്ച തന്നെ അവിടുന്നാണ് അത്യാവശ്യം ടിക്കറ്റ് ബുക്കിംഗ്. അപ്പോൾ ഈ 4 ദിവസം മൊത്തം 6 ദിവസത്തെ കളക്ഷൻ്റെ ഗ്രോസ് തന്നെയായിരിക്കാം അവർ പറഞ്ഞിരിക്കുന്ന 100 കോടി. അതിനകത്തിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളും ഒന്നുമില്ല. ഇനി കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന കണക്കുകളിലേക്ക് നമുക്ക് പോകാം. അവിടെ 2.45 മില്യൺ ഡോളറും USA നിന്ന് $941K, അതേപോലെ തന്നെ UK അയർലൻഡിൽ നിന്നിട്ട് $818K, ഓസ്ട്രേലിയയിൽ നിന്ന് $309K, ന്യൂസിലാൻഡിൽ നിന്ന് $69K, ജർമ്മനിയിൽ നിന്ന് $149K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $277K. ഓവർസീസിൽ നിന്ന് മൊത്തം $5 മില്യൺ നേടിയ 43.10 കോടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സിനിമയ്ക്ക് അവിടെ നമുക്ക് ഒരു കാര്യം പറയാം, 43 കോടി. കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം 15 കോടി, രണ്ടാം ദിവസം ഏകദേശം 10 കോടിക്ക് മുകളിൽ, അതായത് 25 കോടി. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 68 കോടിയോളമായി ഈ സിനിമയുടെ കളക്ഷൻ. അത്രയും കാര്യങ്ങളിൽ നിന്ന് മാത്രമേ, തീർച്ചയായും ബാക്കിയുള്ള ദിവസങ്ങൾ കൂടെ കൂട്ടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 100 കോടി എത്തിയിട്ടുണ്ടാകാമെന്നുള്ളതാണ്. നമ്മൾ തന്നെ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്. പുലിമുരുകൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുലിമുരുകൻ ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് 100 കോടി കടന്ന സിനിമയാണ് എന്നുള്ളത്. എൻ്റെ മാത്രം വിശ്വാസമായിരിക്കാം. പക്ഷേ അത് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അത് 100 കോടി കടന്നിട്ടുണ്ടാകാം. ഇന്ന് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകളിൽ നിന്ന് ട്രാക്കേഴ്സ് പറഞ്ഞു വെച്ചിരിക്കുന്ന കണക്കുകൾ നോക്കാം. ഇന്നലത്തേക്കാൾ കൂടുതൽ തിരക്കാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. ഇന്ന് 740 ഷോകളിൽ നിന്ന് 52% ഓക്യുപ്പൻസിയിൽ 1.88 കോടി രൂപ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ട്രാക്കിംഗ് മുഖാന്തരം ഇതുവരെയുള്ള കളക്ഷൻ 23 കോടിയാണ് കേരളത്തിന്. അതായത് ഇന്ന് ഏകദേശം 35 കോടിക്ക് അടുത്ത് കളക്ഷൻ വരുന്ന സിനിമയാണ്. അപ്പോൾ ഇന്നലെ വരെയുള്ള കണക്കുകൾ വെച്ചിട്ട് തീർച്ചയായും സിനിമ 100 കോടി അടിച്ചിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് ആദ്യ 2 ദിവസത്തെ കണക്കുകളല്ല, 48
48 മണിക്കൂറിനുള്ളിൽ 100 കോടി എന്നുള്ള ആ ഒരു എമൗണ്ട് വരാൻ ഒരു പാടുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ, അതേപോലെ ഇത്രയും ട്രാക്കേഴ്സിൽ നിന്ന് വരുന്ന കണക്കുകൾ വെച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ്. അതേപോലെ സാജൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളിൽ ഒന്നും തന്നെ തോന്നുന്നില്ല. കാരണം ഇവിടെ ആരും 18 കോടി കിട്ടിയതായിട്ടോ ഒന്നും, അല്ലെങ്കിൽ എല്ലാം ഹൗസ്ഫുൾ ആയതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. 100 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് കിട്ടിയതെന്നും ഒരാളും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടെ പറയാം. അതായത് തള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളല്ല എന്ന് തന്നെ ഉറപ്പായും വിശ്വസിക്കുന്നു. കാരണം ഒരാഴ്ച, അതായത് ഏകദേശം 6 ദിവസം, ആദ്യ വീക്കെൻഡും കഴിഞ്ഞ് 2 ദിവസം കൂടെ ഉള്ള ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷനും എല്ലാം കൂടെ ചേർന്നിട്ട് 100 കോടി കടന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾക്ക് അത്ര സംശയമുള്ളവരാണെങ്കിൽ തിയേറ്ററുകളിൽ ഒന്ന് പോയി നോക്കിയാൽ അവിടുത്തെ ജനത്തിരക്ക് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും മമ്മൂട്ടി സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ പലരും ഇവിടെ വന്നിട്ട് കൊഞ്ഞനം കുത്താറുള്ള ടീംസ് തന്നെയാണ് കളക്ഷൻ്റെ കാര്യങ്ങൾ. നമുക്ക് വ്യക്തമായി ബോധ്യമായിട്ടുള്ള ഒരു കണക്കായിരുന്നു ഭീഷ്മപർവം എന്നുള്ള സിനിമയുടെ 94 കോടിയാണ് ആ സിനിമ ഫൈനലായിട്ട് കളക്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഫൈനൽ റണ്ണിങ്ങിലുള്ള കളക്ഷനൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് ഇന്നും മമ്മൂട്ടി ഫാൻസ് പോലും വിശ്വസിക്കാത്ത ആളുകളായി നിൽക്കുന്ന നമ്മൾ കാണാതെ. മമ്മൂട്ടി ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പവും അത് തന്നെയാണ്. എവിടെയെങ്കിലും അങ്ങനെ ഒരു ഡാറ്റ കൃത്യമായി എടുത്തു കൊടുത്താൽ പോലും അവർ മോഹൻലാൽ ഫാൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന കണക്കുമായി വരും. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു നാണക്കേടാണ് ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട മമ്മൂട്ടി ഫാൻസുള്ളത്. ഇന്നത്തെ കാലത്ത് ട്രാക്കേഴ്സും ഇത്ര ശക്തമായ ഒരു സമയത്ത് നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നു. ഇതെല്ലാം ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നിരിക്കുന്നതാണ്. ഇനിയും ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യങ്ങൾ വന്ന് ചോദിക്കരുത്. ഇനിയും ഈ പറഞ്ഞ പോലെ എമ്പുരാൻ ടീം തന്നെ തിയേറ്ററിൽ പോയി മുഴുവനായി ടിക്കറ്റ് മേടിച്ച് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള അറിവ് കാര്യങ്ങൾ നമുക്കില്ല. എന്താണേലും അങ്ങനെ എടുക്കണമെങ്കിൽ പോലും അവർ കാശ് മുടക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ചിലർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് എടുത്ത് പറയുന്നതാണ്. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പുലിമുരുകൻ എന്ന സിനിമ 100 കോടി എത്തിയില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസും കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഈ സിനിമയ്ക്ക് 100 കോടി കടന്നു എന്നുള്ള ആ ഒരു വിശ്വസനീയത തന്നെ വരുന്നുണ്ട്. വമ്പൻ ബഡ്ജറ്റിലാണ് സിനിമ വന്നിരിക്കുന്നത് നമുക്കറിയാം. ആദ്യ 4 ദിവസങ്ങളിൽ എടുത്ത് നോക്കിയാൽ ടിക്കറ്റ് എങ്ങും തന്നെ കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് അത്രത്തോളം മികച്ച കളക്ഷൻ വന്നേക്കുന്ന മലയാള സിനിമ വേറെ ഒന്നും ഇല്ല എന്നുള്ളതും അറിയാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ തെലുങ്ക് ട്രാക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ കൂടിയാണ്. അതായത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇനി ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ചില ചാനലുകാരുണ്ട് ഏതെങ്കിലും ബാക്കി സിനിമകൾ വരുമ്പോൾ അതിനെയെല്ലാം തള്ളി താഴെ ഇടുകയും അതിൻ്റെ കളക്ഷൻ പറയുമ്പോൾ 20-30%, അതായത് പുഷ്പയുടെ പോലും അതിൻ്റെ താഴെ പറയുന്ന ചാനലുകാർ ഉണ്ട്. അന്ന് അതും പക്ക മോഹൻലാൽ ഫാൻ ചാനൽസ് ആയുള്ളവർ. അവർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ചാനലുകാരനും അറിയാം, വേറൊന്നുമല്ല, എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇവിടെ നമുക്ക് വ്യക്തമായി തോന്നിയ ഒരു ധാരണയുള്ള കാര്യത്തിൽ തന്നെ നമ്മൾ പറയുന്നു, വേറെ ഒന്നുമല്ല. ഈ സിനിമ 100 കോടി 48 മണിക്കൂറിനുള്ളിൽ കടന്നിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് ആദ്യ 2 ദിവസത്തെ കളക്ഷൻ എന്നും പറഞ്ഞല്ല അണിയറയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. 48 മണിക്കൂറിനുള്ളിൽ അത് എത്തും മുമ്പേ 100 കോടി എത്തിയെന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ വ്യക്തമായി കേട്ടുകഴിഞ്ഞാൽ ഈ പറഞ്ഞ തെറ്റിദ്ധാരണ പലപ്പോഴും നിങ്ങൾക്കും ഒഴിവാക്കാം. അതായത് ഒരിക്കലും 2 ദിവസത്തെ കളക്ഷനാണ് എന്ന് എങ്ങും ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് പറയാം, നിങ്ങൾ മമ്മൂട്ടി ഫാനാണേലും മോഹൻലാൽ ഫാനാണേലും നിങ്ങൾക്ക് തീർച്ചയായും ഇതിനകത്തിൽ കമൻസ് പറയാം. ഈ കമൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചർച്ചയായിട്ട് തന്നെയാണ്. ആ ചർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ തന്നെ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതേ രീതിയിലേക്ക് പറയുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്തണം. ഗ്രീൻ ഗ്യാസ്.